Hello all, welcome back to another vlog. വൈകുന്നേരം ലൈറ്റാകുമ്പോൾ ഇപ്പം ഞാനും പിള്ളേരെല്ലാം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങും. വേറെ ഒന്നുമല്ല, ഇഷയ്ക്കിപ്പം വെക്കേഷൻ ടൈമെല്ലാം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചിട്ടിട്ട് ഇരുന്നിട്ടാകുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു ബോറടി. പിന്നെ പുറത്താണെങ്കിലും കുറേ നേരം കളിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്, നല്ല ചൂടാണ്. അപ്പം ഓറിങ്ങനെ പുറത്ത് കളിക്കാൻ പോകുമ്പം ഉറപ്പം ജായും പോവും. അങ്ങനെ ജായി പോകുന്നുണ്ടെങ്കിൽ ഞാനും പിന്നെ അവൻ്റെ ബാക്കിൽ പോവും. എന്താ വെച്ചെങ്കിൽ ഓനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കളിക്കാനൊന്നും അറിയില്ലല്ലോ. പിന്നെ അതിന് ശേഷം ഞാൻ ഉള്ളിൽ വന്നിട്ട് ഡ്രസ്സെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കാണ്ടായിന്. അതെല്ലാം വാഷ് ചെയ്യാനിട്ട് ഇപ്പോൾ ഈവനിങ് ടൈമാണ് ഡ്രസ്സ് വാഷ് ചെയ്യുന്നതല്ലോ. പകലെന്തായാലും അലക്കിയിട്ടെടുത്തെങ്കിൽ പുറത്ത് ഇടാനും കഴിയില്ല. പുറത്ത് ഇട്ടെങ്കിൽ തന്നെ അതൊരുമാതിരി വടി പോലെ ആയിട്ടുണ്ടാകും തിരിച്ചെടുക്കുമ്പോൾ. അങ്ങനെ കൂടുതൽ ഞാൻ വൈകുന്നേരത്തിന് ശേഷമാണ് പുറത്ത് കൊണ്ടുപോയിട്ടിടൽ. അപ്പോൾ എന്താ പിള്ളേർ കളിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ടാവും. പിന്നെ ഓരോന്ന് ഫ്രഷാക്കി കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. ചിലപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ആ സായിക്കും ഇഷയ്ക്കും ഞാൻ 2 പ്ലേറ്റിൽ കുറച്ച് ഓറഞ്ചെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ ഇരിക്കുന്ന കണ്ടിട്ട് ഓനത് ചെയറിൽ പോയിട്ടിരിക്കും ഇഷൻ്റെ പോലെ തന്നെ. അങ്ങനെ പിന്നെ ചായ ഓരോന്നിച്ച് ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്ന ടൈമിൽ ഞാനൊരു കപ്പ് ചായ ഉണ്ടാക്കി കുടിച്ച്. പിന്നെ നംഷിയെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം രാത്രിയായപ്പം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച്. കാര്യമായിട്ട് എവിടെയും പോകാനുണ്ടായിട്ടാ, പക്ഷേ റൂമിൻ്റെ അകത്ത് തന്നെ ആകുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ബോറടിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയേ. പിന്നെ ഗേറ്റ് തുറന്നിട്ടാകുമ്പോൾ തന്നെ സായി ഒറ്റ ഓട്ടാന്ന് റോഡിലേക്ക്. ഓനിക്ക് പിന്നെ അറിയൂല്ല അത് റോഡാന്ന്, അതിലെ വെഹിക്കിൾസ് എല്ലാം വരുമെന്ന്. പക്ഷെ ഓനെപ്പം ഞാൻ റോഡ് സൈഡ് കൊണ്ടെങ്കിലും ഓനിങ്ങനെ റോഡിന് അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ പിന്നെ ഞങ്ങൾ ബ്രൂക്സിലേക്കാണ് പോയത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ അങ്ങോട്ടേക്ക് പോകാൻ. അടുത്തൊരു ഇൻറ്റീരിയറും ആംബിയൻസ് എല്ലാം ഭയങ്കര സൂതിങ്ങും കാമിങ് ആയിട്ടുണ്ടാവും. ചില ടൈമിലെല്ലാം പോകുമ്പോൾ നല്ല ക്രൗഡ് ഉണ്ടാവും, ചില ടൈമിൽ അങ്ങനെ ആൾക്കാരുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ പോയ ദിവസം പോകുമ്പോൾ ആരുണ്ടായിട്ടാ, കുറച്ച് കഴിയുമ്പോൾ നല്ലോണം ആൾക്കാരുണ്ടായിന്. പിന്നെ ആടെ നംഷിൻ്റെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് നംഷി ആടെ മിണ്ടിയിട്ടിരുന്നോളൂ. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾക്ക് വേണ്ടിയതെല്ലാം ഓർഡർ ആക്കാനും പറ്റും. പിന്നെ ആദ്യം തന്നെ പോയിട്ടാകുമ്പോൾ സാൻഡ്വിച്ച് ഓർഡറാക്കി. അപ്പോൾ ഈശയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സാൻഡ്വിച്ച്. പിന്നെ സായിക്കും കുറച്ച് ഫ്രൈസ് എല്ലാം ഇട്ട് കൊടുത്ത്. ഓനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്ത് കൊടുത്തെങ്കിലും കഴിക്കില്ല, അതിനോട് പിന്നെ വലിയ കാര്യമല്ല. അങ്ങനെ ഓനിക്കലത്തൊന്നും ഓർഡറാക്കലൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു റാപ്പ് ഓർഡറാക്കിയിട്ടുണ്ട്. അതിന് പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ടേസ്റ്റാണ് ആടെയുള്ള ഫുഡെല്ലാം, എല്ലായിടത്തിനും ഒരു ക്വാളിറ്റി ഉണ്ടാവും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഡെസേർട്ടിലേക്ക് പോയി. ഇതിപ്പം കഴിച്ചത് ഒരു കസ്റ്റേർഡ് ഐസ്ക്രീം ടോപ്പിംഗ് ആയിട്ട് അതിലേക്ക് റൈസ് പുഡിംഗ് പോലത്തെ സംഭവവും മാംഗോസും ഒക്കെ സ്ലൈസ് ചെയ്തിട്ടിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓവർ സ്വീറ്റ്നെസ്സൊന്നും ഇല്ല, ഒരു ലൈറ്റ് സ്വീറ്റ്നെസ്സായിട്ട് എല്ലാത്തിൻ്റെ ഫ്ലേവറെല്ലാം ആയിട്ട് നല്ല ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ കസ്റ്റർഡ് ആപ്പിളിൽ തന്നെ ഒരു ഷേക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർഡർ ചെയ്തതെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളൊരു കുഞ്ഞ് ഈവനിങ് ഡേൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.